ശാന്തി. വരൂ, നമുക്ക് പഞ്ചസ്വരൂപത്തിൻ്റെ സുന്ദരമായ സഹജമായ അഭ്യാസം ചെയ്യാം. അനാദി സ്വരൂപം. ഞാൻ ആത്മാ പരംധാമത്തിൽ വളരെ സുന്ദരമായ ജ്യോതിസ്വരൂപത്തിൽ പ്രകാശമയമായ ആത്മസ്വരൂപത്തിൽ പ്രകാശിക്കുകയാണ്. ഞാൻ തേജസ്വി ആത്മാവാണ്. ദിവ്യപ്രകാശമാണ്. മഹാജ്യോതിയായ ശിവബാബയുടെ സമ്മുഖത്തിൽ ബാബയുടെ അതിസമീപത്താണ്. മഹാജ്യോതിയായ ശിവപിതാവിൻ്റെ ശക്തിശാലി കിരണങ്ങൾ ഞാൻ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയാണ്. ദിവ്യഗുണങ്ങളുടെയും ദിവ്യശക്തികളുടെയും അഭൗമമായ പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് പ്രസരിക്കുകയാണ്. ഞാൻ ആത്മാവിൻ്റെ അനാദി ഗുണമാണ്. പവിത്രത, ജ്ഞാനം, ശക്തി, പ്രേമം, ശാന്തി, സുഖം, ആനന്ദം, ഈ സപ്തഗുണങ്ങളാൽ ഞാൻ ആത്മാ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സതോഗുണി ആത്മാവാണ്. ഞാൻ പരമപവിത്രമായ ആത്മാവാണ്. പവിത്രത എൻ്റെ സ്വാഭാവിക ഗുണമാണ്. പവിത്രതയുടെ സാഗരമായ ശിവബാബയുടെ സന്താനമായ ഞാൻ മാസ്റ്റർ പവിത്രതയുടെ സാഗരമാണ്. ഞാൻ ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനസാഗരനായ ശിവപിതാവിൻ്റെ സന്താനം ഞാൻ
മാസ്റ്റർ ജ്ഞാന സൂര്യനാണ്. ഞാൻ ആത്മാ ശക്തി സ്വരൂപമാണ്. ശക്തികളുടെ അനന്ത സ്രോതസ്സാണ്. ഞാൻ ആത്മാ പ്രേമസ്വരൂപമാണ്. ശുദ്ധവും ആത്മീയവുമായ പ്രേമത്താൽ സമ്പന്നമാണ്. പരമാത്മാ പ്രേമം എന്നിൽ നിറയുകയാണ്. ഞാൻ മാസ്റ്റർ പ്രേമസാഗരമാണ്. ഞാൻ ശാന്തി സാഗരന്റെ സന്താനം. മാസ്റ്റർ ശാന്തിയുടെ സാഗരമാണ്. സുഖസ്വരൂപമായ ആത്മാവാണ്. അതീന്ദ്രിയ സുഖത്താലും ആത്മീയ സുഖത്താലും സമ്പന്നമായ ആത്മജ്യോതിയാണ്. പരമാനന്ദത്താൽ ആത്മാനന്ദത്താൽ സമ്പന്നമായ ആത്മാവാണ്. ഞാൻ ആത്മാ വെട്ടിത്തിളങ്ങുന്ന പ്രകാശജ്യോതിയാണ്. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം ഓം ശാന്തി 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 സ്വരൂപമായി പരമോന്നതം പരബ്രഹ്മത്തിൽ പരമാത്മനാമിൻ ശിവബാബയോടൊപ്പം പരമമാം ശാന്തിയിൽ ലയിച്ചിരിപ്പൂ. ഞാനൊരാത്മസ്വരൂപമായി പരമോന്നതം ശിവബാബയോടൊപ്പം പരമമാം ശാന്തിയിൽ ലയിച്ചിരിപ്പൂ.
സച്ചിദാനന്ദനാം ശിവബാബയോടൊപ്പം ആനന്ദധാരയിൽ ലയിച്ചിരിപ്പൂ. ആനന്ദധാരയിൽ ലയിച്ചിരിപ്പൂ. ഞാൻ സ്നേഹസ്വരൂപമായി പരിപാവനമാനിൻ ലോകത്തിൽ സ്നേഹത്തിൻ കടലായ ശിവബാബയോടൊപ്പം അതിരില്ലാ സ്നേഹത്തിൽ ലയിച്ചിരിപ്പൂ. ഞാൻ സ്നേഹസ്വരൂപമായി പരിപാവനമാനിൻ ലോകത്തിൽ സ്നേഹത്തിൻ കടലായ ശിവബാബയോടൊപ്പം അതിരില്ലാ സ്നേഹത്തിൽ ലയിച്ചിരിപ്പൂ. ഞാൻ പവിത്ര സ്വരൂപമായി പരമപവിത്രമാം ബ്രഹ്മത്തിൽ പതിതപാവനനായ ശിവബാബയോടൊപ്പം പാവനകിരണത്തിൽ ലയിച്ചിരിപ്പൂ. പാവനകിരണത്തിൽ ലയിച്ചിരിപ്പൂ. ഞാൻ പവിത്ര സ്വരൂപമായി പരമപവിത്രമാം ബ്രഹ്മത്തിൽ പതിതപാവനനായ ശിവബാബയോടൊപ്പം പാവനകിരണത്തിൽ ലയിച്ചിരിപ്പൂ. പാവനകിരണത്തിൽ ലയിച്ചിരിപ്പൂ. ഞാനൊരാത്മസ്വരൂപമായി പരമോന്നതം പരബ്രഹ്മത്തിൽ പരമാത്മനാമിൻ ശിവബാബയോടൊപ്പം പരമമാം ശാന്തിയിൽ ലയിച്ചിരിപ്പൂ. പരമമാം ശാന്തിയിൽ ലയിച്ചിരിപ്പൂ. പരമമാം ശാന്തിയിൽ ലയിച്ചിരിപ്പൂ. ആദി സ്വരൂപം. ഞാൻ ആത്മാ പരംധാമത്തിൽ നിന്നും സൃഷ്ടിയുടെ ആദി സ്വർണിമ സത്യുഗി സാകാരി ലോകത്തിലേക്ക് വരികയാണ്. എൻ്റെ ആദ്യത്തെ ദേവസ്വരൂപം ദിവ്യ ജന്മം ഞാൻ സമ്പൂർണ്ണ ആത്മാവ്, സമ്പൂർണ്ണ പവിത്ര ലോകമായ സത്യയുഗത്തിൽ ദേവീദേവന്മാരുടെ പവിത്ര സന്താനമായി ജന്മമെടുക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്ര ആത്മാ, സമ്പൂർണ്ണ പവിത്ര ശരീരം ധാരണ ചെയ്യുകയാണ്.
ഞാൻ ആത്മാവും പവിത്രം, സമ്പൂർണ്ണ പ്രകൃതിയും പവിത്രം. ഇവിടെ ഓരോ ആത്മാക്കളും ദേവാത്മാക്കളാണ്. ഞാൻ ദേവനഗരിയിലാണ്, സ്വർണിമയുഗത്തിലാണ്. ഞാൻ ആത്മാ 16 കലാ സമ്പൂർണമാണ്, സമ്പൂർണ്ണ നിർവികാരിയാണ്, മര്യാദാ പുരുഷോത്തമനാണ്, അഹിംസ പരമോ ധർമ്മനാണ്. എൻ്റെ ശിരസിൽ ഡബിൾ കിരീടമാണ്. എൻ്റെ ശിരസിന് ചുറ്റും പവിത്രതയുടെ ദിവ്യപ്രകാശ കിരീടം ഞാൻ അനുഭവിക്കുകയാണ്. അതിനൊപ്പം വജ്രങ്ങളാലും രത്നങ്ങളാലും മനോഹരമായ ദിവ്യ കിരീടവും ഞാൻ അണിഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുടെ അധികാരിയാണ്. സമസ്ത സുഖത്തിൻ്റെയും അധികാരിയാണ്. ഞാൻ ആത്മാ സമ്പൂർണ്ണ പവിത്രമാണ്. ശരീരവും സമ്പൂർണ്ണ പവിത്രമാണ്. സദാ പുഞ്ചിരി തൂകിയ മുഖവും ദിവ്യ ഗുണങ്ങൾ പ്രസരിക്കുന്ന മുഖമണ്ഡലമാണ്. ഞാൻ സർവപ്രാപ്തി സ്വരൂപമാണ്. സദാ ദാതാ സ്വരൂപമാണ്. അതിമനോഹരമായ അവർണ്ണനീയമായ സ്വർണ്ണക്കൊട്ടാരങ്ങളും സുന്ദരമായ പൂങ്കാവനങ്ങളും വളരെയധികം സന്തോഷത്താൽ തുള്ളിക്കളിക്കുന്ന ജീവജാലങ്ങളും അതിസുന്ദരമായ സത്യുഗത്തിൻ്റെ അനുഭൂതിയിലേക്ക് ഞാൻ ലയിക്കുകയാണ്.
ഇനി എന്നു കാണും ബാബ, ഇനി എന്നു കാണും ബാബ, നിന്റെ മൊഴി എന്നു കേൾക്കും ബാബ, മൊഴി എന്നു കേൾക്കും ബാബ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ, വരുമോ നീ ഒരു നോക്കു കാണാൻ. ഇനി എന്നു കാണും ബാബ, ഇനി എന്നു കാണും ബാബ. ദാനമായി നീ നൽകിയാലും ദേവലോകത്തിലൊരു ദിവ്യജന്മം, ദാനമായി നീ നൽകിയാലും ദേവലോകത്തിലൊരു ദിവ്യജന്മം. ആത്മാവിലെ പാപഭാരത്തെ നീക്കുവാൻ കാണട്ടെ ഞാൻ നിന്റെ രൂപം. ആത്മാവിലെ പാപഭാരത്തെ നീക്കുവാൻ കാണട്ടെ ഞാൻ നിന്റെ രൂപം, കാണട്ടെ ഞാൻ നിന്റെ രൂപം. ഇനി എന്നു കാണും ബാബ, ഇനി എന്നു കാണും ബാബ. ഇനി എനിക്കോതുവാൻ മന്ത്രമില്ല, കയ്യിൽ അർച്ചനയ്ക്കായി പുഷ്പമൊന്നുമില്ല. ഇനി എനിക്കോതുവാൻ മന്ത്രമില്ല, കയ്യിൽ അർച്ചനയ്ക്കായി പുഷ്പമൊന്നുമില്ല. പരിപാവന നിന്റെ മാനസ പൊയ്കയിൽ മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു. പരിപാവന നിന്റെ മാനസ പൊയ്കയിൽ മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു, മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു. ഇനി എന്നു കാണും ബാബ, ഇനി എന്നു കാണും ബാബ, നിന്റെ മൊഴി എന്നു കേൾക്കും ബാബ, മൊഴി എന്നു കേൾക്കും ബാബ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ, വരുമോ നീ ഒരു നോക്കു കാണാൻ, വരുമോ നീ ഒരു നോക്കു കാണാൻ, വരുമോ നീ ഒരു നോക്കു കാണാൻ. പൂജ്യ സ്വരൂപം. ബാബ, എന്നെ പൂജ്യ സ്വരൂപത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്.
അതിമനോഹരമായ അനേകായിരം ഭക്തർ ക്യൂ നിൽക്കുന്ന മന്ത്രധ്വനികൾ മുഴങ്ങുന്ന അതിസുന്ദരമായ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് ബാബ എന്നെ ആനയിക്കുകയാണ്. പൂജാരികൾ എൻ്റെ പൂജ്യസ്വരൂപത്തിൽ ചന്ദനച്ചാർത്തും പുഷ്പാർച്ചനയും നെയ്യാഭിഷേകവുമെല്ലാം നടത്തുകയാണ്. ബാബ് ദാദാ എനിക്ക് മുകളിൽ നിന്നുകൊണ്ട് എന്നിൽ സർവശക്തികളും നിറയ്ക്കുകയാണ്. എൻ്റെ കാതുകളിൽ ശ്രീകോവിലിന് പുറത്തു നിന്നുമുള്ള അനേകായിരം ഭക്തരുടെ ശുദ്ധമായ ആഗ്രഹങ്ങളുടെ നാദം കേൾക്കുകയാണ് ഞാൻ. ദേവീ രൂപത്തിൽ മാതൃരൂപത്തിൽ ഓരോ ഭക്തരും എന്നെ അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്നും വിളിക്കുകയാണ്. ഞാൻ ആത്മാ എൻ്റെ സുന്ദരമായ ദേവീ രൂപത്തിൽ ദേവരൂപത്തിൽ അവർക്ക് ദർശനം നൽകുവാനായി വെമ്പുകയാണ്. ഓരോ ഭക്തരും ഇഷ്ടദേവന്റെ ദർശനത്തിനായി അവരുടെ ഹൃദയം തുടിക്കുന്നതിനൊപ്പം ആ ഓരോ ഭക്തരുടെയും വേദനയും ദുഃഖവും അശാന്തിയും ഇല്ലാതാക്കുവാനായി ആ നിമിഷത്തിനായി ഞാനും വെമ്പൽ കൊള്ളുകയാണ്. എനിക്ക് ചുറ്റും ചന്ദനത്തിരിയുടെയും ധൂപത്തിൻ്റെയുമെല്ലാം സുഗന്ധം പരക്കുകയാണ്. ദീപനാളങ്ങളാൽ ഭക്തർ എന്നെ ദർശിക്കാൻ കാത്തു നിൽക്കുകയാണ്. മണിനാദങ്ങളുടെ ആ ശബ്ദത്തിൽ, കീർത്തനങ്ങളുടെ ആ നാദത്തിൽ ഞാൻ എൻ്റെ ഭക്താത്മാക്കൾക്ക് ദർശനം കൊടുക്കുകയാണ്. ഓരോ ഭക്തരുടെയും ഹൃദയത്തിൽ നിന്നും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, അത്രയും
സ്നേഹമയമായ മന്ത്രങ്ങളും നാമങ്ങളും ഉച്ചരിക്കുമ്പോൾ എന്നിൽ നിന്നുമുള്ള അനന്തമായ ശക്തികൾ ഓരോ ആത്മാവിൻ്റെയും ജന്മജന്മാന്തരങ്ങളിലെ ആഗ്രഹങ്ങൾ, ദാഹം പൂർത്തീകരിക്കുകയാണ്. ഞാൻ എൻ്റെ ദേവതാസ്വരൂപത്തിൽ, ദുർഗാദേവിയുടെ രൂപത്തിൽ, സരസ്വതീ ദേവിയുടെ രൂപത്തിൽ, ശ്രീ മുരുകൻ്റെ രൂപത്തിൽ, ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ, ഗണപതിയുടെ രൂപത്തിൽ എൻ്റെ ഭക്താത്മാക്കൾക്ക് സുന്ദരമായ അവർണ്ണനീയമായ ദർശനം ഞാൻ നൽകുകയാണ്. എന്നിൽ നിന്നും ശക്തികളുടെ അനന്തപ്രവാഹം ഭക്തരിൽ നിറയുകയാണ്. नंदिनी नंदितमेदिनी विश्वविनोदिनी नन्दनुते
ബ്രാഹ്മണ സ്വരൂപം. ആദി പിതാവായ ബ്രഹ്മാവിലൂടെ സ്വയം പരമാത്മാ ശിവൻ ആ അച്ഛൻ ജന്മം നൽകിയ സർവശ്രേഷ്ഠ ജന്മമാണ് ബ്രാഹ്മണ ജന്മം. സർവയുഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് സംഗമയുഗം. സ്വയം പരമാത്മാവ് അച്ഛനായി പാലിക്കുന്ന ശ്രേഷ്ഠ സമയമാണിത്. ആ ഭഗവാൻ തന്നെ ടീച്ചറായി പഠിപ്പിക്കുകയും സദ്ഗുരുവായി ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന സർവശ്രേഷ്ഠ സമയമാണിത്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. എല്ലാ ജന്മങ്ങളിൽ വെച്ചും ഏറ്റവും ഉന്നതമായ മഹത്തായ ജന്മമാണ് ഈ ബ്രാഹ്മണ ജന്മം. ബ്രാഹ്മണ ആത്മാവിൻ്റെ ഓരോ ശ്വാസത്തിലും ബാബാ ബാബാ. ഞാൻ ബ്രാഹ്മണ ആത്മാവ് എത്ര ഭാഗ്യശാലിയാണ്. ആഹാ എൻ്റെ ഭാഗ്യം. ആഹാ എൻ്റെ ബാബാ. ആഹാ എൻ്റെ ബ്രാഹ്മണ പരിവാരം. സ്വർഗസമാനമായ മധുബനാണ് നമ്മുടെ തറവാട്. എത്ര ആനന്ദം നിറഞ്ഞ യുഗമാണിത്. എൻ്റെ ഓരോ നിമിഷവും സ്വയം ഭഗവാൻ കൂട്ടുകാരനായി കൂടെ കൊണ്ടുപോകുകയാണെന്നെ. എൻ്റെ ശിരസിൽ സ്വയം വരദാതാവായ ഈശ്വരൻ്റെ വരദാനി ഹസ്തങ്ങളാണ്. ഈ ബ്രാഹ്മണ ജന്മം എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല. മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി അറിവിനാലാദ്യമായി ആത്മാവിലൊരു നാൾ ബാബ നീ തഴുകി. മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി. കടൽ പോലാഴമാം നിൻ മാനസം ഞാനറിഞ്ഞൊരു നാളിൽ പറന്നു വാനിലായി നീ വാഴും ആത്മലോകം തേടി ഞാൻ. ശാന്തി തൻ ലോകം തേടി ഞാൻ. മതിമറന്നാദ്യമായി ഞാനീ പ്രകാശം കാണുവാനൊരുങ്ങി.
മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി. പ്രഭാതം കാത്തിരുന്നു ഞാൻ, ഉണർന്നാൽ ബാബയെ കാണാൻ. സഖാവായി കൂടെ നീ പകലിൽ, കിനാവായി രാവിലും നീയേ, കിനാവായി രാവിലും നീയേ. പിതാ പരമാത്മനാം നിൻ ശ്രീമതം എൻ പ്രാണനിൽ തഴുകി. മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി. ബാബായിൻ ജീവനിൽ അമൃതം പകർന്നോരാദ്യ നാൾ മുതലേ, അനേകം ഭാഗ്യതാരകളാൽ മനോമുകുരം പ്രഭാമയമായി, മനോമുകുരം പ്രഭാമയമായി. പറയുവാനായി സ്വരം ഇല്ലാതെ ഞാനീ ഗാനമായൊഴുകി. മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി. അറിവിനാലാദ്യമായി ആത്മാവിലൊരു നാൾ ബാബ നീ തഴുകി. മനസ്സിലെ കൂരിരുൾ മായാത്ത മുറിവിൽ ജ്ഞാനമായൊഴുകി. ഫരിസ്ത സ്വരൂപം. ഞാൻ ബ്രാഹ്മണ ആത്മാ ഇപ്പോൾ എൻ്റെ സമ്പൂർണ്ണ ഫരിസ്താരൂപത്തെ ദർശിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രകാശ ശരീരത്തിൽ മാലാഖാ വസ്ത്രമണിഞ്ഞ് ഞാൻ ആത്മാവും ലൈറ്റ് എൻ്റെ ഈ ശരീരവും ലൈറ്റ് പൂർണ്ണമായും ഭാരരഹിതം ഈ ലോകത്തിലെ കർമ്മക്കണക്കുകളിൽ നിന്നും കർമ്മബന്ധനങ്ങളിൽ നിന്നുമെല്ലാം മുക്തം. ഞാൻ എൻ്റെ സമ്പൂർണ്ണ ഫരിസ്താ സ്വരൂപത്തിലാണ്. എന്നിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തികളുടെയും പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുകയാണ്. എൻ്റെ കൈകളിലൂടെ, പാദങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, മുഖമണ്ഡലത്തിലൂടെ ശക്തികളുടെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുകയാണ്.
ഞാൻ പറന്ന് പറന്ന് സൂക്ഷ്മവദനത്തിൽ മാലാഖമാരുടെ രാജാവായ സമ്പൂർണ്ണ ബ്രഹ്മാബാബയുടെ മുന്നിലാണ്. ബാബയിൽ നിന്നുമുള്ള മധുരമായ ദൃഷ്ടി സ്വീകരിച്ചുകൊണ്ട് ബാബയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ വിശ്വമാകുന്ന ഭൂഗോളത്തെ മുന്നിൽ കണ്ട് ലോകത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ശക്തികളുടെയും കിരണങ്ങൾ, ആ പ്രകാശകിരണങ്ങൾ കൊടുക്കുകയാണ്. ഓരോ ആത്മാവും ശാന്തമാവുകയാണ്, ശക്തിശാലിയാവുകയാണ്. ദുഃഖമാർന്ന അവരുടെ മുഖം മാറി സന്തോഷം നിറഞ്ഞതായി പുഞ്ചിരി തൂകുകയാണ്. ഓരോ ആത്മാവും മധുരമായ ശാന്തിയുടെയും ശക്തികളുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും അനുഭൂതി നുകരുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം ഫരിസ്തയായി മുഴുവൻ ലോകത്തിനും ഗുണദാനം, ശക്തികളുടെ ദാനം നൽകുകയാണ്. കാഴ്ചകൾ കാണാം ആദിയിൽ താഴ്ന്നിറങ്ങി മാലാഖമാർ ബഹുവിദൂരമാം യാത്രികർ ഭൂമിയിൽ കാഴ്ചകൾ കാണാം ആദിയിൽ താഴ്ന്നിറങ്ങി മാലാഖമാർ
കാഴ്ചകൾ കാണാൻ ആദിയിൽ താഴ്ന്നിറങ്ങി കാഴ്ചകൾ കാണാൻ ആദിയിൽ വന്നിറങ്ങാൻ മാലാഖമാർ ബഹുവിദൂരമാം യാത്രിക